ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഒരു ടെമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ ഡള്ളായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ട് തന്നെ 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ റിഫ്ലക്ഷനും എൻ്റെ ഫേസിലുണ്ടായിരുന്നു. എനിവേ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് ഈസി ആയിട്ടുള്ള ലുക്കാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ടോണറാണ് എടുത്തേക്കുന്നത്. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ. അടിപൊളി ടോണറാണ് ഇത്. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഗ്ലൈക്കോ എമോലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എമോലിൻ ഗ്ലൈക്കോ മോയ്സ്ചറൈസർ അങ്ങനെ എന്തുവാണ് നെയിം. ആക്ച്വലി ഇത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കരമായിട്ട് മോയ്സ്ചേർഡ് ആക്കും നമ്മുടെ ഫേസ്. അതുപോലെ തന്നെ ഒട്ടും തന്നെ ഓയിലി അല്ല, സ്റ്റിക്കി അല്ല. അപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടാവുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ക്രയോലോണിൻ്റെ ഒരു പലറ്റിനാണ് ഞാൻ എടുത്തത്. ഫൗണ്ടേഷൻ പ്ലസ് കൺസീലർ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു പലറ്റാണിത്. ഭയങ്കര തിക്കാണ്, അതുപോലെ തന്നെ ഫുൾ കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഉറങ്ങിയിട്ട് കുറേ യൂസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൈ വെച്ച് തന്നെ കണ്ണിൻ്റെ താഴെ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലെൻഡർ വെച്ച് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബ്ലെൻഡ് ആവാൻ നല്ലപോലെ ടൈം എടുക്കും, കാരണം ഇത് ഭയങ്കര ഹൈ കവറേജ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആണ്. ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ടൈം എടുത്താണ് ബ്ലെൻഡ് ചെയ്തത്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് ഭയങ്കര മോയ്സ്ചേർഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ഈവണായിട്ട് ബ്ലെൻഡായി വരുള്ളൂ. അങ്ങനെ ഞാൻ കുറേ നേരം ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഐഷാഡോ പലറ്റിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ഷെയ്ഡാണ് എടുത്തത്. ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്ത് ഇതുപോലെ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു ടെമ്പിൾ ലുക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പീച്ച്, ബ്രൗൺ, ഗോൾഡൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യുക കേട്ടോ. എനിക്ക് പൊതുവേ അങ്ങനെയാണ് ഇഷ്ടം, കാരണം ട്രഡീഷണൽ ലുക്കിനൊക്കെ ആ ഒരു കൈൻഡ് ഓഫ് ഐഷാഡോ ടോൺസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബ്രൗൺ ഐസാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐസിൻ്റെ കോർണറിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് അകത്തോട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ അകത്തോട്ട് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ താഴെ ഇതേപോലെ ആ സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ നേരത്തെ യൂസ് ചെയ്ത ഐഷാഡോൻ്റെ എക്സസ് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുറച്ചുകൂടെ ഡാർക്കായിട്ടൊരു ഷെയ്ഡ് എടുത്ത് ഇതുപോലെ മുകളിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐഷാഡോ എപ്പോഴും നമ്മൾ നല്ല ടൈം എടുത്ത് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ഗ്ലിറ്റർ ഷെയ്ഡ് ഞാൻ കൈവച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഗ്ലിറ്റേഴ്സ് കൈവച്ച് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്, കുറച്ചുകൂടെ എന്നാലേ നമുക്ക് പിഗ്മെൻറ്റേഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഞാനൊരു ഐലൈനറും കൂടെ അത് കഴിഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നാലും എനിക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ലുക്ക് തോന്നുള്ളൂ. അത് മാത്രമല്ല എൻ്റെ ഐസ് ഭയങ്കരമായിട്ട് ടയർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഐലൈനറും കൂടെ എഴുതി കൊടുത്തു. അടിയിൽ ഞാൻ ലൈറ്റായിട്ട് കാജൽ ഇട്ട് കൊടുത്ത് ഇതേപോലെ ബ്രൗൺ ഷാഡോ വെച്ചിട്ട് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് ഈവൺ ആക്കി കൊടുക്കുക. അങ്ങനെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് ഒരു പൗഡർ വെച്ചിട്ടാണ്, ഐബ്രോ പൗഡർ വെച്ചിട്ടാണ്. ഹെവി ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ലൈറ്റ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ഐബ്രോസ് ഭയങ്കര തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഫിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരും. അപ്പോൾ എനിക്ക് എല്ലാവരും പറയും ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാതെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാതെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തിന്നാണ് എൻ്റെ ഐബ്രോസ്, ഒട്ടും തന്നെ ഉള്ളില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ 2 ഐബ്രോസും ഞാൻ നല്ല രീതിയിൽ തന്നെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റുള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും തമ്മിൽ നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു PSCയുടെ ഒരു സെറ്റിംഗ് പൗഡർ എടുത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെറ്റിംഗ് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ 2 കോട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഷസ് ഉള്ളതുപോലെ തോന്നുള്ളൂ. ഒരു കോട്ട് അപ്ലൈ ചെയ്തത് കൊണ്ട് വലിയ ചേഞ്ചസ് ഒന്നും വരില്ല കേട്ടോ, എസ്പെഷ്യലി വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാരാസ് ആണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു സുഡിയോ ആണെന്ന് തോന്നുന്നു, സുഡിയോ എന്ന് വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു. ലിപ്സ്റ്റിക് ആക്ച്വലി ഒരു പൊട്ട ലിപ്സ്റ്റിക് ആണ്, പക്ഷേ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഹെവി ആയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നത്, ബ്ലെൻഡറും ബ്രഷും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പൊട്ടും കൂടെ വെച്ചിട്ട് ഈ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്നെ കളിയാക്കാൻ വേണ്ടി ഒരാൾ പുറകിൽ നിന്ന് വന്ന് എന്തൊക്കെയോ പറയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ ഞാൻ ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, കാരണം എൻ്റെ വാഷ് ചെയ്തിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഈ ഔട്ട്ഫിറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ലാസ്റ്റ് എന്തായാലും റീൽ പോലെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ആയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റായിരുന്നു കേട്ടോ ഇത്.
എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.